ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് YAMAHA fascino അതിന്റെ എയർ ഫിൽറ്റർ മാറുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആർക്കും വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇത് ആക്റ്റീവയെക്കാളും വളരെ എളുപ്പമാണ്. ഇതിന്റെ വലത് സൈഡിലാണ്, അതായത് സൈലൻസറിന്റെ തൊട്ട് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ടൂൾ വന്നിട്ട് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. അതിന്റെ ഒരു 6 സ്ക്രൂ ഈ ബോക്സിലുണ്ട്. ഇത് ഇവിടെയാണ് അതിരിക്കുന്നത്, അതായത് സൈലൻസറിന്റെ തൊട്ട് മുകളിൽ. അപ്പോൾ നമുക്ക് ഒരു 6 സ്ക്രൂ ഇതിലുണ്ട്. നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതാ ഈ സ്ക്രൂ മെല്ലെ ഒന്നിളക്കാം. എല്ലാം 3000 കിലോമീറ്റർ വെച്ചും അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന സമയത്തെല്ലാം ഇത് മാറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം മൈലേജ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ റൈഡിങ് നല്ല സ്മൂത്തായിരിക്കണമെങ്കിൽ ഈ ഫിൽറ്റർ മാറേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പം കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് എന്തെന്ന് പറഞ്ഞാൽ വണ്ടി പുള്ളിങ് ഇല്ല എന്ന് പറഞ്ഞാണ് വന്നത്. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ല, അതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ 6 സ്ക്രൂ ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ എടുത്തിട്ട് താഴോട്ട് ഒന്ന് വലിക്കണം. കണ്ടോ, താഴോട്ട് വലിച്ചു. കണ്ടോ, എല്ലാം ഭയങ്കര പ്രശ്നമാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് വണ്ടി വലിക്കാത്തത്, അതായത് പുള്ളിങ് ഇല്ലാത്തത്. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ല. അപ്പോൾ മൈലേജ് കിട്ടത്തില്ല, സ്റ്റാർട്ടിംഗ് ട്രബിൾ വരും, മിസ്സിങ് വരും, ബാക്ക് ഫയറിങ് വരും. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും മാറി കാണില്ല ഈ വണ്ടിയിൽ. അപ്പോൾ ഇതുപോലെ വരാൻ പാടില്ല. ഈ ഡസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് വെച്ചൊന്ന് നോക്കാമോ? ഇതാണ് പുതിയത്, കണ്ടോ? അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഈ എലമെൻറ്റ് നിറയെ പൊടിയായി കഴിഞ്ഞു. ഇതേപോലെ നല്ല ഫ്രഷ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ബോക്സ് അകത്ത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് അപ്പോൾ ഈ ബോക്സും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, കണ്ടോ? ഈ സ്പോഞ്ച് ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക്. ഓക്കെ, അതാ കണ്ടോ, ഇതിനകത്ത് ഒത്തിരി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പൈപ്പ് വെള്ളമൊന്നും വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഫിൽറ്റർ കണ്ടോ, ഇത് നല്ല അഴുക്കുണ്ടെങ്കിൽ ഒന്ന് പെട്രോളിൽ കഴുകിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ പെട്രോളിൽ വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതാ ഇവിടെ ഇങ്ങനെ കണ്ടോ. ഇനി പുതിയ ഫിൽറ്റർ നമുക്ക് എങ്ങനെ വയ്ക്കാം നോക്കാം. ഇതാ കണ്ടില്ലേ, ഈ പേപ്പർ ഭാഗം വെളിയിലോട്ട് ഇതാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വായിക്കണം. എന്നിട്ട് നേരത്തെ ഇളക്കിയതുപോലെ ഇത് മുകളിലോട്ട് കയറി വേണ്ട ടൈറ്റായി. ഇനി സ്റ്റാർ വെച്ച് നേരത്തെ ഇളക്കിയ 6 സ്ക്രൂ ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിനു മുന്നേ ഒരെണ്ണം മാക്സിമം അടുപ്പിക്കണം. ഫുൾ ടൈറ്റ് വേണ്ട. ഇനി അതിൻ്റെ താഴത്തെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യും.
അപ്പോൾ ഇനി 6 സ്ക്രൂവും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യും. സ്ക്രൂ ടൈറ്റ് ആയില്ല എങ്കിൽ ഒരു എയർ ലീക്ക് സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, 6 സ്ക്രൂ ടൈറ്റ് ആയിട്ടുണ്ട്. പുതിയ ഫിൽറ്റർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ യമഹയുടെ വണ്ടിയിൽ ഫിൽറ്റർ മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.